ബ്രഹ്മാവ് തൻ്റെ ധർമ്മം നിർവഹിക്കാൻ പോയി കഴിഞ്ഞു. ഭഗവാൻ തൻ്റെ ഓരോ അംശങ്ങളെയും വിഭൂതികളെയും പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനായി ഓരോന്നായി സജ്ജമാക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് ഇനി നാം കാണാൻ പോകുന്നത്. 42-ാം ശ്ലോകത്തിൽ സൃഷ്ടിയുടെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് സൂതൻ വിവരിക്കുന്നു. 42-ാം ശ്ലോകം മഹാവിഷ്ണുവിൻ്റെ ഉൽപ്പത്തിയുടെ സൂചന. ബ്രഹ്മാവ് പോയതിന് ശേഷം ഭഗവാൻ കൃഷ്ണൻ തൻ്റെ ലീലയുടെ അടുത്ത ഭാഗം ആരംഭിക്കുന്നു. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. ബ്രഹ്മണോ ഗമനേ ചൈവ ഭഗവാൻ കൃഷ്ണ ഏവ ച സ്വയമേവ ദ്വിധാരൂപോ ബഭൂവ സഹസാ മുനേ. പദാനുപദ അർത്ഥം: ബ്രഹ്മണഃ ബ്രഹ്മാവിൻ്റെ, ഗമനെ പോയതിനു ശേഷം, ഗമന സമയത്ത്, ചൈവ ച പ്ലസ് ഏവ തന്നെ, ഭഗവാൻ കൃഷ്ണഃ ഭഗവാൻ ശ്രീകൃഷ്ണൻ, സ്വയമേവ താൻ തന്നെ, ദ്വിധാരൂപോ രണ്ട് രൂപങ്ങളോട് കൂടിയവൻ, രണ്ടായി വിഭജിക്കപ്പെട്ട രൂപം, ബഭൂവ ആയിത്തീർന്നു, സഹസ പെട്ടെന്ന്, അത്ഭുതകരമായി, മുനി ഹേ മുനി. ഈ ശ്ലോകത്തിൻ്റെ സാരം: ഹേ മുനി, ബ്രഹ്മാവ് പോയതിനു ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ പെട്ടെന്നു തന്നെ സ്വയം രണ്ട് രൂപങ്ങളായി മാറി, തൻ്റെ സ്വരൂപത്തെ രണ്ടായി വിഭജിച്ചു. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും. ഈ ശ്ലോകം അതിഗഹനമായൊരു തത്വം വെളിപ്പെടുത്തുന്നു. ഏകോഹം ബഹുസ്യാം, ഒന്നായ ഞാൻ പലതാകുന്നു. ഭഗവാൻ കൃഷ്ണൻ മാത്രമാണ് മൂലസത്യം. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ പാലനത്തിനും പ്രിസർവേഷനും വിനാശത്തിനും മറ്റും ഭാവങ്ങൾ ആവശ്യമാണ്. അതിനാൽ അവിടുന്ന് സ്വയം വിഭജിക്കുന്നു. സ്വാംശ വിഭജനം. ഭഗവാൻ രണ്ടായി മാറുന്നത് ഒരു കോശം വിഭജിക്കുന്നത് പോലെയല്ല, മറിച്ച് ഒരു വിളക്കിൽ നിന്ന് മറ്റൊരു വിളക്ക് കൊളുത്തുന്നത് പോലെയാണ്. രണ്ട് രൂപത്തിലും പൂർണ്ണമായ ചൈതന്യം നിലനിൽക്കുന്നു. രൂപങ്ങളുടെ പ്രസക്തി. ഈ വിഭജനത്തിലൂടെയാണ് പിന്നീട് മഹാവിഷ്ണു എന്ന പാലകരൂപം പുറത്തുവരുന്നത്. കൃഷ്ണൻ ഗോലോകത്തെ ലീലകളാടുമ്പോൾ മഹാവിഷ്ണു പ്രപഞ്ചത്തിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നു. ഗുരുനാഥൻ്റെ ഉപദേശം: വത്സ, സത്യം ഒന്നേയുള്ളൂ, എങ്കിലും അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് പല രൂപങ്ങൾ സ്വീകരിക്കുന്നു. നീ നിന്റെ ജീവിതത്തിൽ ഒരു പുത്രനായും ശിഷ്യനായും സുഹൃത്തായും മാറുന്നത് നിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനാണ്. എന്നാൽ നിന്റെ ഉള്ളിലെ ആത്മാവ് ഒന്നായി തന്നെ ഇരിക്കുന്നു. ഭഗവാന്റെ ഈ ദ്വിധാരൂപം, രണ്ടു ഭാവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് വൈവിധ്യത്തിലും ഏകത്വം ദർശിക്കാനാണ്. ഭഗവാൻ രണ്ടായി മാറി എന്ന് നാം കണ്ടു. ഇനി 43-ാം ശ്ലോകത്തിൽ ആ രണ്ടാമത്തെ രൂപം ആരുടേതായിരുന്നു എന്നും ഭഗവാന്റെ ആ രൂപങ്ങളുടെ സവിശേഷത എന്താണെന്നും നമുക്ക് നോക്കാം. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.